ഗായ്സ് അസ്സലാമലൈക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു വാഴക്ക ബജ്ജി തയ്യാറാക്കിയാലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു മുക്കാൽ ഭാഗം ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം, പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി കേട്ടോ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഈ ഒരു പദമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വാഴക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് അതിൻ്റെ 2 അറ്റവും ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് കളയാം കേട്ടോ. പിന്നെ അതിന് മുന്നായിട്ട് ഒരു ബൗളിൽ വെള്ളം ഒഴിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വാഴക്കയുടെ കളറ് മാറാതിരിക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലെ തിന്നായിട്ട് നമുക്ക് എത്ര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വാഴക്കയിൽ 10 ബജ്ജിയോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൽ കൂടുതലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് എങ്ങനെ നമ്മൾ തിന്നായിട്ട് മുറിക്കുന്നോ അത്രത്തോളം വാഴക്ക ബജ്ജി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒരു വാഴക്കയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റിലുമാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കും വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. അപ്പോൾ ഇതുപോലെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നത് മിക്കതും ഒഴിവാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതലും ഹെൽത്തി. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് താഴ്ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വാഴക്ക ഉണ്ടെങ്കിൽ ഒരു 5 പേർക്ക് ഈ 2 വാഴക്ക വെച്ച് എടുത്താലും കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്രഷായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാ ടേസ്റ്റ് എന്നൊക്കെ. ഒരു ഫുഡ് കണ്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇത് ടേസ്റ്റ് ഉള്ളതാണോ അല്ലയോ എന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വാഴക്ക ബജ്ജി ഇഷ്ടമാണോയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എല്ലാ വാഴക്ക ബജ്ജി ഇവിടെ സെറ്റാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിൽക്കുന്ന അകത്തത്തെ ആ ഒരു ഇതും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ. പുറത്ത് ക്രിസ്പിയും നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ.